മിശിഹായിൽ അനുഗ്രഹീതരായ ഇവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പുതിയ ഒരാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ സകല കാര്യങ്ങളിലും ഈശോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 18-ാമത്തെ അധ്യായത്തിന് 35 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ വഴിയരികിലൂടെ കടന്നുപോകുമ്പോൾ വലിയ ശബ്ദം കേട്ട് വഴിയരികിലിരുന്ന ഒരു കുരുടൻ ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ കർത്താവ് അതിൽ കടന്നു പോകുന്നുണ്ട് എന്ന് കേട്ടപ്പോ നസ്രായനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് അവൻ നിലവിളിക്കുകയാണ്. കർത്താവിനോട് ചോദിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. ഈശോ അവന് കാഴ്ച കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവന്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നെങ്കിലും അവന്റെ ഉള്ള് ദൈവത്തെങ്കിലേക്ക് തുറന്നിരുന്നു. അവൻ കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെ അവന്റെ ഉള്ളില് ദൈവീകമായ ചിന്തയുണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ അവൻ ഉള്ളിൽ വെച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. നമ്മൾ ഭൗതികമായ നോട്ടം ദൈവത്തെങ്കിലേക്ക് നോക്കുന്നുണ്ട്, എന്നാ നമ്മുടെ ഉള്ള് എവിടെയാ? ഈ അന്ധയാചകൻ അവന്റെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണാൻ പറ്റിയില്ല, പക്ഷെ അവന്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. അവന്റെ ആവശ്യം കർത്താവ് സാധിച്ചു കൊടുക്കുക. നമ്മളൊക്കെ എന്തുമാത്രം ആവശ്യങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാറുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളു ദൈവത്തെങ്കിലായിരിക്കണം. ഉള്ളു ദൈവത്തെങ്കിലാണെങ്കിൽ ദൈവം നിന്റെ യാചനകളും പ്രാർത്ഥനകളും കേൾക്കും. നിന്റെ കണ്ണുകൊണ്ട് നീ ദൈവത്തെ നോക്കിയാ പോരാ, നിന്റെ അധരം കൊണ്ട് നീ ദൈവത്തെ വിളിച്ചാ പോരാ, നിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരിക്കണം. ഉള്ളിൽ ദൈവത്തെ നീ സ്നേഹിക്കണം. അതാണ് പ്രധാനപ്പെട്ടത് എന്ന് നീ തിരിച്ചറിയുക. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഉള്ളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ഉള്ളിൽ നീ ദൈവത്തെ സ്നേഹിക്കണം. ഉള്ളുകൊണ്ട് നീ ദൈവത്തെ വിളിക്കണം. പരിശുദ്ധ അമ്മ ഉള്ളിൽ ദൈവത്തെ കണ്ടവളാ. പരിശുദ്ധ അമ്മ ഭൗതികമായ ഒരു കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുന്ന നമ്മൾ കാണുന്നില്ല. അമ്മ ചെയ്തത് എന്താ? അമ്മ ഉള്ളിൽ ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് അമ്മയുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയുടെ ജനനത്തിരുന്നാൾ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഉള്ളിൽ ദൈവത്തെ സ്നേഹിക്കണം. ഉള്ളിൽ ദൈവത്തെ സ്നേഹിച്ചാല്, ഉള്ളിൽ ദൈവത്തെ കണ്ടാല് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ ഈശോനാഥൻ സാധിച്ചു തരും. ഉള്ളിൽ ദൈവമുണ്ടോ? ഉള്ളിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതോ ബാഹ്യമായിട്ടുള്ള കാഴ്ചകളും ബാഹ്യമായ നിലവിളികളും ഒക്കെ ഉള്ളോ എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. കരങ്ങളെ യാചനയോട് പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈശോയോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.